ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഐ സ്ക്വയർ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേജ് നമ്പർ 166 ചോദ്യങ്ങളൊക്കെ ചെയ്തു അല്ലേ. അപ്പോൾ 166 ചോദിച്ചിരിക്കുന്ന ഓരോ ചോദ്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്കൊക്കെ ചോദിച്ച് കാണുന്ന തരത്തിലുള്ള ചോദ്യമാണ്. ഈ പാഠത്തിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ 166 ചോദ്യങ്ങളാണെന്ന് പറയും. എനിവേ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടാൻജന്റ് ആൻഡ് കോഡ് അഥവാ ഞാണുകളും തൊടുവരകളും. പേജ് നമ്പർ 167 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 172 വരെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ആയിരിക്കും. അപ്പോൾ സപ്പോസ് ദാറ്റ് നമുക്ക് ഞാണുകളും തൊടുവരകളും, ഞാൻ എന്ന് പറഞ്ഞ കോഡാണ്, സർക്കിളിലെ ഏത് രണ്ട് പോയിന്റിനെ കണക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഞാൻ അഥവാ കോഡ്. സപ്പോസ് ദാറ്റ് യു ആർ പ്രൊവൈഡഡ് വിത്ത് എ കോഡ്. ഈ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്നിരിക്കട്ടെ, AB എന്ന് പറയുന്ന ഞാൻ. ഈ AB എന്ന് പറയുന്ന ഞാനിൻ്റെ അറ്റത്ത് രണ്ട് തൊടുവരകൾ, രണ്ട് ടാൻജൻസ് വരച്ചിട്ടുണ്ട്, AOയും BOയും. ഇനി സപ്പോസ് സാർ എനിക്ക് ആംഗിൾ AOB 80 ഡിഗ്രി ആണെന്ന് അറിയാം എന്നിരിക്കട്ടെ. ആംഗിൾ AOB എത്രയാണ്? 80 ഡിഗ്രിയാണ്. എന്നിട്ട് എന്നോട് ചോദിക്കുവാണ്, അപ്പോൾ 80 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം ഈ ആംഗിൾ അല്ലേ. എന്നിട്ട് ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് ഈ ആംഗിളും കണ്ടുപിടിക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ ഈ ആംഗിളും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചെന്നാൽ എങ്ങനെ ഈസി ആയിട്ട് ചെയ്യാം എന്ന് കാണിച്ചു തരാം. നമുക്കറിയാം വൃത്തകേന്ദ്രം O ഇവിടെയാണ്. അപ്പോൾ എന്ത് ചെയ്യാം? വൃത്തകേന്ദ്രം O ഇവിടെയാണെങ്കിൽ നമ്മൾ ഒരു തരത്തിലുള്ള ചതുർഭുജത്തെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ആരങ്ങൾ ചെന്ന് മുട്ടുന്ന സ്ഥലത്ത് നിന്ന് വരയ്ക്കുന്ന ടാൻജൻസ് ചേർന്നുണ്ടാകുന്ന ചതുർഭുജം ചക്രീയമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആരങ്ങൾ ഈ പോയിന്റിലേക്ക് വരയ്ക്കുക. എവിടുന്നാണോ ആ ടാൻജൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പോയിന്റിലേക്ക് രണ്ടാരം OAയും OBയും വരച്ചു. എന്തുകൊണ്ടാണ് വരച്ചത്? കാരണം നമുക്കറിയാം ആരങ്ങൾ ചെന്ന് മുട്ടുന്ന പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജൻസ് ചേർന്നുണ്ടാകുന്ന ആ ചതുർഭുജം. ഇപ്പോൾ ഏതാ ചതുർഭുജം? ഇവിടെ ഒരു ഓൾറെഡി ഉണ്ട്. അപ്പം നമുക്ക് സെൻറ്ററിന് O1 എന്ന് കൊടുക്കാം. O1A O1B O1AOB എന്ന് പറയുന്നത് ഒരു ചതുർഭുജമായി. ഈ ചതുർഭുജം എന്താണെന്ന് നമുക്കറിയാം, ചക്രീയമാണെന്ന് നമുക്കറിയാം അല്ലേ. ചക്രീയമാണെങ്കിൽ എതിർകോണുകളുടെ പ്രത്യേകത എന്താ ഓർക്കുന്നുണ്ടോ? എതിർകോണുകൾ അനുപൂരകങ്ങളായിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെന്ററി, വിച്ച് മീൻസ് ദാറ്റ് ഇത് എത്രയായിരിക്കും? 100 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ കിട്ടി. എന്തെങ്കിലും ഗുണമുണ്ടോ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് കൊണ്ട്? ഇത് 100 ഡിഗ്രിയാണ്. ഇനി നിങ്ങൾ ട്രയാങ്കിൾ O1AB എന്ന് പറയുന്ന ട്രയാങ്കിളിലേക്ക് നോക്കുക. O1AB നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ആംഗിള്, ടാൻജൻറ്റും ഈ ഞാനും തമ്മിൽ ഉണ്ടാക്കുന്ന രണ്ട് ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ഈ ട്രയാങ്കിൾ O1ABയിലേക്ക് നോക്കുക. ഇനി ഈ ട്രയാങ്കിൾ O1ABക്കകത്ത് രണ്ട് കുഞ്ഞ് ആംഗിൾസ് ഉണ്ടല്ലേ. നോക്കുക, ഈ ചെറിയ രണ്ട് ആംഗിൾസ്, ആംഗിൾ O1ABയും ആംഗിൾ O1BAയും. ആംഗിൾ O1ABയും ആംഗിൾ O1BAയും രണ്ട് ആംഗിൾസ് ഉണ്ട്. ഈ ആംഗിൾസ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്കറിയാം ഈ ട്രയാങ്കിൾ O1ABയിൽ രണ്ട് വശങ്ങൾ തുല്യമായി. ഏതൊക്കെയാ രണ്ട് വശങ്ങൾ? ഇതല്ലേടാ, നോക്കിക്കേ. O1A എന്ന് പറയുന്ന വശവും O1B എന്ന് പറയുന്ന വശവും. എന്തുകൊണ്ടാ? അവ രണ്ടും റേഡിയസ് അഥവാ ആരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവ തുല്യമാണ്. തുല്യമാണെങ്കിൽ എന്തായി? തുല്യ വശങ്ങൾക്ക് എതിരെ കിടക്കുന്ന കോണുകൾ എങ്ങനെയാണെന്ന് നമുക്കറിയാം, ഈക്വൽ ആണെന്നറിയാം. അപ്പോൾ ആംഗിൾ O1ABയും ആംഗിൾ O1BAയും എങ്ങനെയായിരിക്കും? അതായത് ഈ ചെറിയ ആംഗിൾസ് എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ടാ? ഈ വശവും ഈക്വൽ ആണ്. ഈക്വൽ ആയിട്ടുള്ള വശങ്ങൾക്ക് എതിരെ കിടക്കുന്ന കോണുകൾ, ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഈ വശത്തിനെതിരെ കിടക്കുന്ന കോണാണ് ഇത്, ഈ വശത്തിനെതിരെ കിടക്കുന്ന കോണാണ് ഇത്. സോ ഈ കോണും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അവിടെ നിൽക്കട്ടെ, നമുക്കറിയാം ട്രയാങ്കിൾ O1ABക്ക് 3 ആംഗിൾസ് ഉണ്ട്. 3 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180 കിട്ടണം. ഈ ആംഗിൾ ഓൾറെഡി 100 ആണ്. മറ്റ് രണ്ട് ആംഗിൾസും ഈക്വൽ ആണ്. അപ്പോൾ മറ്റ് രണ്ട് ആംഗിൾസ് കൂടെ കൂട്ടുമ്പോൾ 80 കിട്ടുകയും ചെയ്യണം, ഈക്വൽ ആവുകയും ചെയ്യണം. കാരണം ടോട്ടൽ 180 കിട്ടണ്ടേ, ഓൾറെഡി ഇവിടെ 100 വന്നു. അപ്പോൾ ടോട്ടല് മറ്റ് രണ്ട് ആംഗിൾസ് കൂടെ കൂട്ടുമ്പോൾ 80 കിട്ടണം. ബട്ട് ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ഓരോ ആംഗിൾസ് എത്ര വെച്ച് വരും? 40 ഡിഗ്രി വെച്ച് വരും അല്ലേ. അപ്പോൾ ഇത് 40 ഡിഗ്രിയാണ്, ഇതും 40 ഡിഗ്രിയാണ്. ഇനി വീണ്ടും നമുക്കറിയാം
ഒരു ടാൻജൻറ്റും ആരവും ചേർന്നുണ്ടാകുന്ന പോയിന്റിൽ, റേഡിയസും ടാൻജൻറ്റും ചേർന്നുണ്ടാകുന്ന പോയിന്റിലെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. അഥവാ ഇവിടുത്തെ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. നമുക്കൊരു ചെറിയ ആംഗിൾ 40 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ബാക്കി എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. നോക്കുക, കോഡിനും ഞാണിനും തൊടുവരയ്ക്കും ഇടയ്ക്കുള്ള ആംഗിൾ എത്രയെന്ന് കിട്ടി? 50 ഡിഗ്രി എന്ന് കിട്ടി. കാണുന്നുണ്ടല്ലോ അല്ലേ? കാരണം എന്താണ്? ഈ ടോട്ടൽ ആംഗിൾ, ഈ ആരവും ഈ തൊടുവരയും മേക്ക് ചെയ്യുന്ന ടോട്ടൽ ആംഗിൾ 90 ഡിഗ്രി ആണ്. നമുക്ക് ആ ചെറിയ ആംഗിൾ, ട്രയാംഗിളിനകത്തെ ആംഗിൾ 40 ഡിഗ്രി എന്ന് കിട്ടി. ബാക്കി എത്രയുണ്ട്? 50 ഡിഗ്രി കൂടി ഉണ്ട്. അങ്ങനെ 50 + 40 90 ഡിഗ്രി ആകും. അപ്പോൾ ഞാനും തൊടുവരയും ചേർന്നുണ്ടാവുന്ന ആംഗിൾ എത്രയാണ്? 50 ഡിഗ്രിയാണ്. ഇവിടെയും അത് തന്നെ, 40 ഓൾറെഡി കിട്ടി, ബാക്കി 50 ഡിഗ്രി. അപ്പോൾ എന്ത് കിട്ടി? ഞാനും തൊടുവരയും ചേർന്നുണ്ടാകുന്ന ആംഗിൾ 50 ഡിഗ്രി എന്ന് കിട്ടി. നോക്കുക, ഞാൻ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? 100 ഡിഗ്രിയാണ്. ഞാനും തൊടുവരയും ചേർന്നുണ്ടാകുന്നിടത്തെ ആംഗിൾ എത്രയാണ്? 50 ഡിഗ്രിയാണ്. അപ്പോൾ എന്തോ ഒരു റിലേഷൻ നമുക്ക് സ്മെൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? അതായത് ഞാൻ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ 100 ഡിഗ്രിയും ഞാൻ തൊടുവരയുമായിട്ട് ചേരുന്ന സ്ഥലത്തുണ്ടാകുന്ന ആംഗിൾ 50 ഡിഗ്രിയും എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഞാൻ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ പകുതി ആയിരിക്കാം ഞാനും തൊടുവരയും ചേർന്നുണ്ടാകുന്ന സ്ഥലത്തെ ആംഗിൾ. നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിപ്പോൾ ക്ലിയർ ആക്കിക്കോണം. അതായത് നമ്മൾ കുറച്ചുകൂടെ ജനറൽ ആയിട്ട് പറയുവാണ്, നമ്മുടെ ഞാൻ AB ഇവിടെയുണ്ട്, നമ്മുടെ കോഡ് AB ഇവിടെയുണ്ട്. ആ കോഡ് AB സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ, നേരത്തെ നമ്മൾ 100 ഡിഗ്രി എന്നായിരുന്നു എടുത്തത്. അപ്പം ഇതിനിടയ്ക്ക് കോഡിൻ്റെയും തൊടുവരയുടെയും ഇടയ്ക്ക് എത്ര കിട്ടി? 50 എന്ന് കിട്ടി. നമ്മളത് ജനറലായിട്ട് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ X ഡിഗ്രി എന്ന് എടുക്കുകയാണ്. Let X degree be the central angle formed by the chord AB. AB എന്ന ഞാൻ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കേന്ദ്രകോൺ X ഡിഗ്രി ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ OAB നിങ്ങൾ നോക്കുക. ഏതാ ട്രയാങ്കിൾ OAB? ഇതാ ഇത്. ഈ ട്രയാങ്കിൾ OABക്കകത്ത് OA എന്ന് പറയുന്ന വശവും OB എന്ന് പറയുന്ന വശവും എങ്ങനെയാണ്? ഈക്വൽ ആണ്. കാരണം അവ റേഡിയസ് ആണ്. കറക്റ്റ് അല്ലേ? റേഡിയസ് ആയതുകൊണ്ട് അത് ഈക്വൽ ആണ്. ഇനി ഈക്വൽ ആയിട്ടുള്ള വശങ്ങൾക്കെതിരെ കിടക്കുന്ന കോണുകൾ എങ്ങനെയായിരിക്കും? ഉറപ്പായിട്ടും ഈക്വൽ ആയിരിക്കും. അതായത് ഈ കോണും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. പക്ഷെ ഇത് ഓൾറെഡി X ഡിഗ്രിയാണ്. അപ്പം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? ടോട്ടൽ എത്ര കിട്ടണം? 180 കിട്ടണം അല്ലേ? അപ്പം ഞാനിതിനെ Y എന്ന് എടുക്കുവാണെങ്കിൽ, നമുക്കിത് എത്രയാണെന്ന് അറിയത്തില്ല, Y എന്ന് എടുക്കുവാണെങ്കിൽ ഇത് 3 കൂട്ടുമ്പോൾ എത്ര കിട്ടണം? Y പ്ലസ്, കാരണം ഇത് Y ആണ്, ഇതും Y, കാരണം എതിർവശങ്ങൾക്കെതിരെ കിടക്കുന്ന കോണുകളും തുല്യമാണ്. അപ്പോൾ ഇതിനോട് തുല്യമായിരിക്കും ഇത്. അപ്പോൾ ഇത് Y എന്ന് എടുത്താൽ ഇതും Y എന്ന് എടുക്കണം. Y പ്ലസ് X = 180 എന്ന് കിട്ടണം. ശരിയല്ലേ? അതായത് 2Y + X = 180 എന്ന് കിട്ടണം. Y 2 തവണയുണ്ട്, 2Y + X. അതായത് 2Y = 180 - X എന്ന് കിട്ടണം. ശരിയല്ലേ? അതായത് 2Y മാത്രം ഇടതുവശത്ത് നിർത്തുക, X അപ്പുറത്തേക്ക് ഇളകുക. പോസിറ്റീവ് X വലതുവശത്തേക്ക് പോകുമ്പോൾ നെഗറ്റീവ് X ആവും. അങ്ങനെയാണ് 2Y = 180 - X എന്ന് കിട്ടുന്നത്. Therefore Y = 180 - X / 2 എന്ന് കിട്ടും. ഒന്നുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ 180/2 - X/2 എന്ന് കിട്ടും. 180/2 എത്രയാ? 90 - X/2 എന്ന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടി? Y എന്ന് പറയുന്നത് 90 - X/2 ആണ്. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? ആക്ച്വലി ഇത് X ആണെങ്കിൽ ഇത് 90 - X/2 ആണ്. ഇതെത്രയാണ്? ഈ ചെറിയ ആംഗിൾ എത്രയാണ്? 90 - X/2 ആണ്. ഈ ചെറിയ ആംഗിളും എത്ര തന്നെയാണ്? 90 - X/2 ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് X ആണെങ്കിൽ ഇത് 90 - X/2 ആണ്, ഇത് 90 - X/2 ആണ്. എങ്കിലേ കൂട്ടുമ്പോൾ എത്ര കിട്ടുള്ളൂ? 180 കിട്ടുള്ളൂ. Xഉം X/2 ക്യാൻസൽ ആയിപ്പോൾ 90 കൂട്ടുമ്പോൾ 180 കിട്ടും. നിങ്ങളിത് 3 ഒന്ന് കൂട്ടി നോക്കിയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം 3 കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടണമെങ്കിൽ ഈ കുഞ്ഞ് ആംഗിൾ എത്രയായേ പറ്റുള്ളൂ? 90 - X/2. അത് കണ്ടുപിടിച്ച സ്റ്റെപ്പുകളാണ് കേട്ടോ ഇത്. നമുക്കിത് അറിയത്തില്ലാത്തതുകൊണ്ട് Y എന്ന് എടുത്തു. ഇത് Y ആയതുകൊണ്ട് ഇതും Y പ്ലസ് X എന്നാണ് സെൻട്രൽ ആംഗിൾ. X = 180. ഇതിനകത്ത് നമ്മൾ Yക്ക് സോൾവ് ചെയ്തു, Y കണ്ടുപിടിച്ചു. Y എത്രയെന്ന് കിട്ടി? 90 - X/2 എന്ന് കിട്ടി. നിൽക്കട്ടെ,
അപ്പോൾ നമ്മുടെ y കിട്ടി, നമ്മൾ അത് y ആണ് ഇത് രണ്ടും കൊടുത്തത്. ഈ ആംഗിളും y ആയതുകൊണ്ട് 90 - x/2 വെച്ച് വരും. ഇനി നമുക്കറിയാം ആരവും തൊടുവരയും ചേർന്നുണ്ടാവുന്ന ആംഗിൾ എത്രയാണ്, അതായത് ഈ വലിയ ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രി ആണ് അല്ലേ. ഈ ചെറിയ ആംഗിൾ എത്രയാണ്, 90 - x/2 ആണ്. അപ്പോൾ ഞാനും തൊടുവരയും തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, 90യിൽ നിന്ന് ഈ വലിയ ആംഗിൾ 90 ആണ്, അതിൽ നിന്ന് ഈ ചെറിയ ആംഗിൾ കുറച്ചാൽ പോരെ. അതായത് 90 - x/2 എന്ന് പറയും. ചെറിയ ആംഗിൾ 90 - x/2 ആണ്, വലിയ ആംഗിൾ 90 ആണ്. ആരവും തൊടുവരയും ചേർന്നുണ്ടാകുന്ന ആംഗിൾ 90 ആണ്, പെർപെൻഡിക്കുലർ ആയിരിക്കും രണ്ടും അല്ലേ. അതുപോലെ തന്നെ ഈ കുഞ്ഞ ആംഗിൾ 90 - x/2 ആണെന്ന് നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചു. അപ്പോൾ എന്ത് കിട്ടും, 90 - 90 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് x/2 എന്ന് വരും. 90 ക്യാൻസൽ ആയി പോവും. എത്ര കിട്ടും, x/2 കിട്ടും. അതായത് ഞാനും തൊടുവരയും തമ്മിലുള്ള കോൺ എത്രയാണ്, x/2 ആണ്. ടാൻജൻറ്റും കോഡും തമ്മിലുണ്ടാവുന്ന ആംഗിൾ ഈസ് നത്തിങ് ബട്ട് x/2. എപ്പോൾ, കോഡ് സെൻട്രലിൽ x ആംഗിൾ ഉണ്ടാക്കുമ്പോൾ. അതായത് whenever the given chord makes an angle x degree on the center, then the angle formed between the chord and the tangent is x/2. എപ്പോഴാണോ ഞാൻ കേന്ദ്രത്തിൽ x ഡിഗ്രി ഉണ്ടാക്കുന്നത് അപ്പോഴൊക്കെ ഞാനും തൊടുവരയും തമ്മിലുള്ള കോൺ എത്രയായിരിക്കും, x/2 ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാം, ഇവിടെ 50 ആണെങ്കിൽ തൊടുവരയും ഞാനും തമ്മിലുള്ള കോൺ 25, ഇവിടെ 100 ആണെങ്കിൽ ഇവിടെ 50, ഇവിടെ 180 ആണെന്നിരിക്കട്ടെ, അപ്പോൾ ഇവിടെ എത്ര വരും, 90 വരും. ഇനി 180 എന്ന് പറയുന്നത് നേരെ ഡയമെട്രിക്കൽ കേസ് ആണ് കേട്ടോ. ഇനി ഇവിടെ വീണ്ടും 60 ആണെന്നിരിക്കട്ടെ, x എന്ന് പറയുന്നത് 60 ആണെങ്കിൽ ഞാനും കോഡും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും, നേരെ പകുതി 30. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന മറ്റൊരു കാര്യമാണ്, ഈ കോഡ് നമ്മുടെ സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഇരട്ടി ആയിരിക്കും എത്ര, സെൻട്രലിൽ ഉണ്ടാക്കുന്നത്. അതെപ്പോഴും അറിയാവുന്ന കാര്യം. ഏതൊരു ഞാനും നമ്മുടെ വൃത്തത്തിൻ്റെ പരിവൃത്തത്തിൽ ഉണ്ടാക്കുന്ന ഒരു ആംഗിളിൻ്റെ ഇരട്ടി ആയിരിക്കും അത് കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്നത്. അത് എല്ലാവർക്കും അറിയാലോ അല്ലേ. അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിൽ x ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, x/2 ഡിഗ്രി ആയിരിക്കും. എന്തുകൊണ്ടാണ്, x/2ൻ്റെ ഇരട്ടിയാണ് x. ഏതൊരു ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. എവ്രി കോഡ് makes twice the angle that it makes with the periphery of the circle. സർക്കിളിൻ്റെ എഡ്ജിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഇരട്ടി ആയിരിക്കും ഏതൊരു കോഡും ഞാനും അതിൻ്റെ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്നത്, മറക്കരുത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് x/2 ആയത്. അപ്പോൾ നിങ്ങൾ കുറേ റിലേഷൻസ് കണ്ടോ, ഈ ഞാനും ഈ ടാൻജൻറ്റും ഇവിടെ ഉണ്ടെങ്കിൽ ഈ ആംഗിൾ തന്നെയായിരിക്കും ഈ ഞാൻ വൃത്തത്തിൻ്റെ പെരിഫറിയിൽ ഉണ്ടാക്കുന്നത്. അത് തന്നെയായിരിക്കും, അതിൻ്റെ ഇരട്ടിയായിരിക്കും വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഞാനും അതുപോലെ തന്നെ തൊടുവരയും തമ്മിലുള്ള റിലേഷനായിട്ട് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച് കാണും, ഈ ഞാൻ ഈ വൃത്തത്തിൻ്റെ മേജർ സെഗ്മെൻറ്റിലാണ് x/2 ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത്. അത് തന്നെയാണ് മൈനർ സെഗ്മെൻറ്റിൽ തൊടുവരയുമായിട്ട് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇച്ചിരി കൂടി അഡ്വാൻസ്ഡ് കാര്യങ്ങളാണ്. ഇത്ര ഓർത്താൽ മതി. ഏതൊരു ഞാനും തന്നിരിക്കട്ടെ, ഏതൊരു ഞാനും ആയിക്കോട്ടെ, അത് വൃത്തത്തിൻ്റെ മറ്റേ സൈഡിൽ, അതായത് ഞാൻ ഇങ്ങനെയാണെങ്കിൽ റൈറ്റ് സൈഡിൽ ഉണ്ടാക്കുന്ന ആംഗിൾ x/2 ആണെങ്കിൽ അത് തന്നെയായിരിക്കും ആ ഞാൻ തൊടുവരയുമായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാക്കുന്നത്. നോക്കിക്കേ, ഇത് ഈ രണ്ട് ആംഗിളും, ഈ ആംഗിളും ഞാനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ടാണ് കിടക്കുന്നത്. സർക്കിളിൻ്റെ രണ്ട് വശത്താണ് കിടക്കുന്നത്. ഞാൻ പകുതി ഈ ഒരു രീതിയിൽ ഡിവൈഡ് ചെയ്യുവാന്നിരിക്കട്ടെ. നോക്കിക്കേ, ഞാൻ സർക്കിളിനെ ഇങ്ങനെ ഭാഗിക്കുവാണെങ്കിൽ ഈ ആംഗിൾ സർക്കിളിൻ്റെ ഈ ഭാഗത്തും ഈ ആംഗിൾ സർക്കിളിൻ്റെ ഈ ഭാഗത്തുമാണ്. അതായത് ഞാനിൻ്റെ ഒരു വശത്ത് കിടക്കുന്ന ആംഗിൾ, അത് സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ x/2 ആണെങ്കിൽ അത് തന്നെയായിരിക്കും ഞാൻ തൊടുവരയുമായിട്ട് മറ്റൊരു വശത്ത് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പം നമ്മളിപ്പോൾ പഠിച്ച കാര്യം എന്താണ്, നമുക്കൊരു വൃത്തമുണ്ട്, വൃത്തകേന്ദ്രം ഇങ്ങനെയുണ്ട്, ഒരു ഞാൻ നമുക്ക് തന്നിരിക്കുന്നു, ആ ഞാനിൻ്റെ അറ്റത്ത് വരച്ചിരിക്കുന്ന ടാൻജൻസും ഇങ്ങനെ ഉണ്ട് എന്നിരിക്കട്ടെ. ഇങ്ങനെ രണ്ട് ടാൻജൻസും ഉണ്ട്. ഇനി നമ്മളോട് പറയുവാണ് ഈ കോഡ് സെൻട്രലിൽ ഉണ്ടാക്കുന്ന ആംഗിൾ x ഡിഗ്രി ആണ് എന്ന് പറയുകയാണ്. എന്നിട്ട് നമ്മളോട് ചോദിക്കുവാണ് കോഡും ടാൻജൻറ്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര. സെൻട്രലിലുള്ള ആംഗിളാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ പകുതി ആയിരിക്കും കോഡും ടാൻജൻറ്റും തമ്മിൽ ഉണ്ടാക്കുന്നത്. എത്രയായിരിക്കും അപ്പം,
x/2 ആയിരിക്കും. ഇനി അതല്ല, സെൻട്രലിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്നിരിക്കട്ടെ, പകരം ഈ കോഡ് വൃത്തത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് പറഞ്ഞിരിക്കുന്നത്, അതാണ് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കോഡും ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് നത്തിങ് ബട്ട് എക്സ് തന്നെ ആയിരിക്കും. അതാണ് വ്യത്യാസം. സെൻട്രലിലുള്ള ആംഗിൾ ആണെങ്കിൽ അതിൻ്റെ പകുതിയായിരിക്കും കോഡും ഞാനും തമ്മിൽ. അതേസമയം വൃത്തത്തിലുള്ള ആംഗിൾ, കോഡ് വൃത്തത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണെങ്കിൽ അത് തന്നെയായിരിക്കും കോഡും ടാൻജന്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ. അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ വൃത്തത്തിലുള്ള ആംഗിൾ ആണ് തരുന്നതെങ്കിൽ ഏത് സൈഡിലുള്ള ആംഗിൾ ആയിരിക്കും എക്സ് എന്ന് പറയുന്നത്? ഈ കോഡിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ആംഗിൾ. ഇവിടെ ആംഗിൾ തന്നിരിക്കുന്നതെങ്കിൽ അപ്പുറത്തായിരിക്കും ആംഗിൾ. അതേസമയം ഇവിടെയാണ് ആംഗിൾ തന്നിരിക്കുന്നതെങ്കിൽ ഇതായിരിക്കും കോഡും ടാൻജന്റും തമ്മിലുള്ള ആംഗിളായിട്ട് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ടൊരു പ്രോബ്ലം ഉണ്ട്. ഈ പ്രോബ്ലത്തിലേക്ക് ഒന്ന് നോക്കുക. നമുക്കൊരു സർക്കിൾ ഉണ്ട്, ഒരു കോഡ് AB എന്ന് പറയുന്ന കോഡുണ്ട്. ഈ കോഡ് വൃത്തത്തിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് 65 ഡിഗ്രി. വൃത്തത്തിൻ്റെ ഏത് സൈഡിൽ? ഇതാണ് കോഡ്. അപ്പോൾ വൃത്തത്തിൻ്റെ ഇങ്ങേ സൈഡിലാണ് ഈ ആംഗിൾ തന്നിരിക്കുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുകയാണ് കോഡും ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ എത്ര എന്ന് ചോദിച്ചെന്നാൽ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട ആംഗിൾ ഏതാ? നിങ്ങൾക്ക് രണ്ട് ആംഗിൾ മാർക്ക് ചെയ്യാം. ഇതാണ് കോഡ്, ഒന്നുകിൽ ഇത് മാർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇത് മാർക്ക് ചെയ്യാം. ഈ രണ്ട് ആംഗിളും കോഡും ടാൻജന്റും തമ്മിലുള്ള ആംഗിളാണ്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏതാണ്? ഓൾറെഡി നിങ്ങൾക്ക് തന്നിരിക്കുന്നത് വൃത്തത്തിൻ്റെ ഈ സൈഡിലുള്ള ആംഗിൾ ആയതുകൊണ്ട് നിങ്ങൾ ഏത് മാർക്ക് ചെയ്യണം? ഈ ആംഗിൾ വേണം മാർക്ക് ചെയ്യാൻ. ഒരുപാട് കുട്ടികൾക്ക് തെറ്റ് പറ്റുന്ന ഒരു ഏരിയയാണിത്. ഇത് മറക്കാതിരിക്കുക. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെയൊരു ചോദ്യം വന്നിട്ട് കോഡും ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏത് സൈഡിലാണെന്ന് നോക്കണം. ഈ ആംഗിൾ ഇത് കോഡിൻ്റെ ഈ സൈഡിലാണെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് ഇതാണ്. ഇത് എത്രയായിരിക്കും? ഇത് 65 ആണ്, ഉറപ്പായിട്ടും ഇതും 65 ആയിരിക്കും. സെൻട്രലിലുള്ള ആംഗിളിൻ്റെ പകുതിയാണ് കോഡും ടാൻജന്റും തമ്മിൽ. വൃത്തത്തിലുള്ള ആംഗിൾ ആണ് തന്നിരിക്കുന്നതെങ്കിൽ അത് തന്നെയായിരിക്കും കോഡും ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ. ഇനി ഈ കേസ് നോക്കിക്കേ, ഇവിടെ വേറൊരു കേസാണ്. ഇവിടെയും വൃത്തത്തിലുള്ള ആംഗിൾ തന്നെയാണ് തന്നിരിക്കുന്നത്. എത്രയാണ് തന്നേക്കുന്നത്? 115 എന്നാണ് തന്നേക്കുന്നത്. അവിടെ നിൽക്കട്ടെ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുവാണ് കോഡും ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ ഏതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കണം വൃത്തത്തിൻ്റെ ഏത് സൈഡിലാണ് തന്നിരിക്കുന്ന ആംഗിൾ? ഈ സൈഡിൽ. അപ്പം നിങ്ങൾ ആംഗിൾ മാർക്ക് ചെയ്യേണ്ടത് ഈ സൈഡിലാണ്. എത്രയായിരിക്കും വാല്യൂ? 115 തന്നെ ആയിരിക്കും. വൃത്തത്തിലുള്ള ആംഗിൾ ആണെങ്കിൽ അത് തന്നെയായിരിക്കും കോഡും ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ. ഇനി സെൻട്രലിലുള്ള ആംഗിൾ ആണെങ്കിൽ ഒന്നും മടിക്കണ്ട, എന്ത് തന്നെയായിരിക്കും നമ്മുടെ കോഡും ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ? അത് തന്നെയായിരിക്കും. അപ്പോൾ ഇത്രയും സിമ്പിളാണ് കോഡും ടാൻജന്റും തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ച കാര്യം വേറൊരു കാര്യത്തിനും കൂടെ യൂസ് ചെയ്യാം. എന്താണെന്ന് അറിയാമോ? അതായത് നമ്മൾ ഇത്രയും നാൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു ടാൻജന്റ് വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്തു? ആദ്യം ആ പോയിന്റിലേക്ക് ഒരു ആരം വരച്ചു, എന്നിട്ട് ആ ആരത്തിന് ലംബമായിട്ട് വരച്ചു ഒരു സ്ട്രെയിറ്റ് ലൈൻ. അത് ടാൻജന്റ് ആയിരിക്കും. അങ്ങനെയല്ലേ വരച്ചത്? കാരണം ആരവും തൊടുവരയും എപ്പോഴും ലംബത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് പോയിന്റിൽ ടാൻജന്റ് വരയ്ക്കാനായിട്ടും ആദ്യം ആ പോയിന്റിലേക്ക് ഒരു ആരം വരച്ചു, ആ ആരത്തിന് 90 ഡിഗ്രി വരുന്ന രീതിയിൽ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, അത് ടാൻജന്റായി. ഇനി സപ്പോസ് ദാറ്റ് നിങ്ങൾക്ക് വൃത്തത്തിൻ്റെ കേന്ദ്രം ഏതെന്നറിയത്തില്ല, വൃത്ത കേന്ദ്രം അഥവാ സെൻറ്റർ ഏതെന്നറിയത്തില്ല. പണിപാളി. കാരണം സെൻറ്റർ വെച്ചാണ് നമ്മൾ ആരം വരയ്ക്കുന്നത്, ആരം വെച്ചാണ് നമ്മൾ ടാൻജന്റ് വരയ്ക്കുന്നത്. ഇത്രയും നാൾ അങ്ങനെയായിരുന്നു. ഇനി എന്ത് ചെയ്യും? അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച കാര്യം യൂസ് ചെയ്യാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ സപ്പോസ് ദാറ്റ് എനിക്ക് ഈ പോയിന്റിൽ ഒരു ടാൻജന്റ് വരയ്ക്കണം. ഇത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ആ പോയിന്റ് വരുന്ന രീതിയിൽ ഒരു കോഡ് വരയ്ക്കുക. അപ്പം ഞാൻ ആ പോയിന്റ് വരുന്ന രീതിയിൽ ഒരു കോഡ് വരച്ചു. ഇനി എന്ത് ചെയ്യാം? ഇനി ഞാൻ ഈ കോഡ് വൃത്തത്തിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് യോജിപ്പിക്കുക. ഈ കോഡ് വൃത്തത്തിലെ ഒരു പോയിന്റിലേക്ക് യോജിപ്പിച്ചു. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ആംഗിൾ കിട്ടുമല്ലോ. ആ ആംഗിൾ എക്സ് ഡിഗ്രി ആണെന്നിരിക്കട്ടെ. നമുക്കറിയാം കോഡ് വൃത്തത്തിൽ ഉണ്ടാക്കുന്ന ആംഗിൾ തന്നെയാണ് ആ പോയിന്റിൽ ഉണ്ടാവുന്ന ടാൻജന്റും കോഡും തമ്മിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ എക്സ് ഡിഗ്രി എടുത്ത് പ്രൊട്രാക്ടറിൽ മെഷർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആംഗിൾ കിട്ടും. ആ ആംഗിൾ വരുന്നത് പോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി, ടാൻജന്റായി. ഇത്രയേ ഉള്ളൂ കാര്യം. അതായത് എന്ത്, ഇപ്പം നമ്മൾ വൃത്തകേന്ദ്രം സെൻറ്റർ യൂസ് ചെയ്തിട്ടേ ഇല്ല. ഇതുവരെ നമ്മൾ ചെയ്തത് എങ്ങനെയായിരുന്നു? സെൻറ്ററിൽ നിന്ന് റേഡിയസ് വരച്ചു, ആ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു. ഇനി നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? സെൻറ്റർ അറിയത്തില്ല എങ്കിൽ ആ പോയിന്റിൽ ഒരു കോഡ് വരയ്ക്കുക, ആ കോഡ് വൃത്തത്തിലേക്ക് യോജിപ്പിക്കുക, അവിടെ ഒരു ആംഗിൾ കിട്ടും. ആ ആംഗിൾ തന്നെ
കോഡിൻ്റെ അവിടെ നിന്ന് മെഷർ ചെയ്യുക, അങ്ങനെ ഒരു ടാൻജൻ്റ് അഥവാ തൊടുവര വരയ്ക്കാം. കാരണം നമുക്കറിയാം ഈ എക്സും ഈ എക്സും എങ്ങനെയാണ്, ഈ ആംഗിളും എത്രയായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതേ കാര്യം ഇനി കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നിരിക്കട്ടെ, ഒരു പോയിന്റിലൂടെ വരയ്ക്കണം. ഈ പോയിന്റിലൂടെ ഒരു ടാൻജൻ്റ് വരയ്ക്കണം. അതിനുവേണ്ടി ആദ്യം തന്നെ നിങ്ങൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു കോഡ് വരച്ചു. ഇനി സപ്പോസ് അത് ഇച്ചിരി കൂടി എളുപ്പം ചെയ്യാനായിട്ട് നിങ്ങൾ ഇനി വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിൾ, നേരത്തെ നമ്മളൊരു പോയിന്റിലേക്ക് വരച്ച് ജോയിൻ ചെയ്തു, എക്സ് മെഷർ ചെയ്തു, ആ എക്സ് തന്നെ എടുത്ത് ടാൻജൻറ്റ് വരച്ചു. ഇച്ചിരിയും കൂടി ഈസി ആവാനായിട്ട് നിങ്ങളിവിടെ വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ, ഈ വരയ്ക്കുന്ന ട്രയാങ്കിൾ സമപാർശ്വ ത്രികോണമാണെങ്കിൽ എന്താ ഗുണം, ഇവിടെ എക്സ് ഡിഗ്രി ആണെങ്കിൽ അത് തന്നെയായിരിക്കും എവിടെയും ഇവിടെയും എന്ത് തന്നെയായിരിക്കും, എക്സ് ഡിഗ്രി ആയിരിക്കും. നോക്കുക, ഇവിടെയും എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര തന്നെയായിരിക്കും, എക്സ് ഡിഗ്രി ആയിരിക്കും. നമുക്കറിയാം ടാൻജൻറ്റിൽ ഈ കോഡിനും ഇടയ്ക്കുണ്ടാകുന്ന ആംഗിളും ഈ ആംഗിളും സെയിം ആയിരിക്കണം. നോക്കുക, ഇതേ ആംഗിൾ തന്നെയാണ് ഇവിടെയെങ്കിൽ ടാൻജൻറ്റ് വരയ്ക്കാൻ എന്ത് മാത്രം ചെയ്താൽ മതി, ഈ ലൈന് പാരലായിട്ട് ഒരു ലൈൻ ഈ പോയിന്റിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരച്ചാൽ മതി. അപ്പോൾ എന്താണ് ഇവിടുത്തെ അഡ്വാൻറ്റേജ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ ബേസ് വശം അടിവശത്തിന് പാരലായിട്ട് ആ പോയിന്റിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ നേർരേഖ വരച്ചെന്നാൽ എന്താവും, ആ പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ടാൻജൻ്റ് ആവും. അപ്പോൾ ഇത്രയും സിമ്പിളാണ്. ആദ്യം നമ്മൾ ചെയ്തത് ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് കോഡുകളെ ജോയിൻ ചെയ്ത് അവിടെയുള്ള ആംഗിൾ മെഷർ ചെയ്ത് അതേ ആംഗിൾ ഇവിടെ എടുത്ത് കോഡ് ടാൻജൻറ്റ് വരയ്ക്കുകയായിരുന്നു ചെയ്തിരുന്നതെങ്കിൽ അത് കുറച്ചും കൂടി എളുപ്പമാക്കാനായിട്ട് നമ്മൾ വരച്ച ത്രികോണം സമപാർശ്വ ത്രികോണം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആക്കി. അങ്ങനെ ചെയ്തെന്നാൽ എന്താ ഗുണം, ബേസിന് പാരലായിട്ടുള്ള ലൈൻ വരച്ചെന്നാൽ എന്താകും, അത് ടാൻജൻ്റ് ആവും. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത് എന്താണ്, നമുക്കൊരു സർക്കിൾ ഉണ്ടെന്നിരിക്കട്ടെ, ഒരു പോയിന്റിലൂടെ ഒരു ടാൻജൻറ്റ് തൊടുവര വരയ്ക്കണമെങ്കിൽ അവിടെ ഒരു ഞാൻ വരയ്ക്കുക, ആ ഞാൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആവുന്ന രീതിയിൽ വൃത്തത്തിലേക്ക് യോജിപ്പിക്കുക. എന്നിട്ട് തൊടുവര വരയ്ക്കാനായിട്ട് ഈ ബേസിന് അല്ലെങ്കിൽ അടിവശത്തിന് പാദത്തിന് പാരലായിട്ട് സമാന്തരമായിട്ട് ഒരു നേർരേഖ വരച്ചെന്നാൽ ഓൾറെഡി എന്തായിക്കോളും, അത് ടാൻജൻ്റ് ആയിക്കോളും. വളരെ സിമ്പിളായിട്ട് പണി തീർന്നു. അങ്ങനെയാണെങ്കിൽ സപ്പോസ് ദാറ്റ് എനിക്ക് ഈ പോയിന്റിലൂടെ ഒരു ടാൻജൻറ്റ് വരയ്ക്കണം, എങ്ങനെ വരയ്ക്കാം? ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കണം. ഇവിടെ ഒരു കോഡ് വരച്ചിട്ട് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, നിങ്ങൾ ഇത്ര മാത്രം ചെയ്യുക, ഈ പോയിന്റിൽ കോമ്പസ് കുത്തുക. നമുക്ക് ഏത് പോയിന്റിലാണല്ലോ, ശ്രദ്ധിച്ച് കേൾക്കുക, ഏത് പോയിന്റിലാണോ ടാൻജൻറ്റ് വരയ്ക്കുന്നത് അവിടെ കോമ്പസ് കുത്തിയിട്ട് നമ്മുടെ വൃത്തത്തിൽ ഒരു ചാപം വരയ്ക്കുക. ഇതാ ഇങ്ങനെ ഞാൻ ഇവിടെ കോമ്പസ് കുത്തി വൃത്തത്തിൽ ഒരു ചാപം വരച്ചു. ഇനി നിങ്ങൾ വൃത്തത്തിലേക്ക് നോക്കുക, ഈ റെഡ് ലൈൻ ബ്ലൂ ലൈനെ ക്രോസ് ചെയ്യുന്ന 2 പോയിന്റുകളുണ്ടല്ലേ, ആ 2 പോയിന്റും മാർക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോക്കുക, ഈ 2 പോയിന്റും മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിലൊന്ന് യോജിപ്പിക്കുക. അപ്പോൾ നമ്മൾ പോയിന്റുകളെ തമ്മിൽ യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി ടാൻജൻറ്റ് വരയ്ക്കാൻ എന്ത് മാത്രം ചെയ്താൽ മതി, ഈ ലൈന് ഈ ബേസിന് പാരലായിട്ടൊരു ലൈൻ മുകളിൽ വരച്ചാൽ മാത്രം മതി. എന്തായിക്കോളും, അത് ടാൻജൻറ്റ് ആയിക്കോളും. ഇത്രയും സിമ്പിളാണ്. അപ്പോൾ എന്താണ്, ഒരു ബിന്ദുവിൽ കൂടി തൊടുവര വരയ്ക്കാനായിട്ട് ടാൻജൻറ്റ് വരയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം, ആ ബിന്ദുവിൽ ജസ്റ്റ് കോമ്പസ് കുത്തുക. എന്നിട്ട് അവിടെ ഒരു വൃത്തചാപം ഈ റെഡ് ലൈൻ കാണുന്ന പോലെ മാർക്ക് ചെയ്യുക. അത് സർക്കിളിനെ ക്രോസ് ചെയ്യുന്ന 2 പോയിന്റ് മാർക്ക് ചെയ്ത് ഒരു ട്രയാങ്കിൾ ഫോർമാറ്റിൽ വരയ്ക്കുക. എന്നിട്ട് ബേസ് പാദത്തിന് പാരലായിട്ട് മുകളിലൂടെ ഒരു ലൈൻ വരയ്ക്കുക. അതെന്തായിരിക്കും, തൊടുവരയായിരിക്കും, ടാൻജൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ട്. ഇത്ര മാത്രം ബേസിക് ആയിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇത്ര മാത്രം ഓർക്കുക. ഏതെങ്കിലും ഒരു വൃത്തം നിങ്ങൾക്ക് തന്നിട്ട് അതിൻ്റെ ഞാനും തൊടുവരയും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചെന്നാൽ ഒന്നുകിൽ ആ കോഡ് കേന്ദ്രത്തിൽ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ നോക്കുക, അതിൻ്റെ പകുതിയായിരിക്കും. ഇനി അതല്ലെങ്കിൽ ആ കോഡ് വൃത്തത്തിൽ ഉണ്ടാക്കുന്ന ആംഗിളിലേക്ക് നോക്കുക, അത് തന്നെയായിരിക്കും കോഡും തൊടുവരയും ടാൻജൻറ്റും തമ്മിലുണ്ടാകുന്ന ആംഗിൾ. ഇത്രയും മാത്രം ഓർത്തിരിക്കുക. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടത്, കോഡ് സർക്കിളിൻ്റെ ഏത് വശങ്ങളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് നോക്കുക. അതായത് കോഡ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട്
വൃത്തത്തിൻ്റെ ഈ വശത്തുള്ള ആംഗിളാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ടാൻജൻറ്റും കോഡും തമ്മിലുള്ള ആംഗിൾ ഇവിടെ ആയിരിക്കും. അതേസമയം സർക്കിൾ ഇങ്ങനെ കടന്നിട്ട് കോഡ് ഇങ്ങനെയും കടന്നു, അതുപോലെ തന്നെ ആംഗിൾ ഇവിടെയാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് ടാൻജൻറ്റിൻ്റെ ഈ സൈഡിലുള്ള ആംഗിൾ ആയിരിക്കും. ഇത്ര മാത്രം ഓർക്കുക, സൈഡുകൾ തമ്മിൽ ഐഡൻറ്റിഫൈ ചെയ്യാനും പഠിച്ചിരിക്കുക. ഇത്രയും അറിയാമെങ്കിൽ നമുക്ക് അടുത്ത സെഷനിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യനും വളരെ ഈസി ആയിട്ട് ചെയ്യാം. സോ എന്താണെങ്കിലും നമുക്ക് അടുത്ത സെഷനിലെ ക്വസ്റ്റ്യൻസ് കാണാം. അടുത്ത ക്ലാസ്സിൽ അടുത്ത സെഷനിലെ ക്വസ്റ്റ്യനുമായിട്ട് ഞാൻ വരുന്നതാണ്. ഈ ക്ലാസ് നന്നായിട്ട് വാച്ച് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അടുത്ത സെഷനിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.